ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ അതിന്റെ പോസിബിലിറ്റീസ് അത് അന്വേഷിച്ച് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ജർമ്മനിയാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ഇഷ്ട ഡെസ്റ്റിനേഷൻ. അതുപോലെ ഒരു രാജ്യത്തിന്റെ കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. അത് ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ചാണ്. ഓസ്ട്രിയ ഒരു യൂറോപ്യൻ കൺട്രിയാണ്, യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു നേഷനാണ്, ഷെങ്കൻ നേഷനാണ്. ഷെങ്കൻ നേഷൻ്റെതായ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. ഓസ്ട്രിയ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്, അതുപോലെ ഒരേ ഒരു ഇൻടേക്ക് ആണ് ഇയർലി അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഓസ്ട്രിയയുടെ ഒരു പ്രത്യേകത. ഈ വരുന്ന സെപ്റ്റംബർ 2026 ഇൻടേക്കിലേക്ക് ഓസ്ട്രിയ ഓപ്പൺ ആണ്. അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ 5 മാസ്റ്റേഴ്സ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് ഉള്ളത്. അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസിന്റെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ഇതിന്റെ സൈഡിൽ ഞാൻ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സുകളിലേക്കുള്ള നമ്മളുടെ ആപ്ലിക്കേഷൻ അവൈലബിലിറ്റി ഈ വരുന്ന ഡിസംബർ 15 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 80% എബോവ് മാർക്ക് വേണം. അതുപോലെ തന്നെ IELTS ബാൻഡ് സ്കോർ 6.5 ഉള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാവുന്നത്. അക്കാഡമിക് ഗ്യാപ്പ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ളത് 10 years വരെയാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ സ്റ്റേ ബാക്കിനുള്ള പോസിബിലിറ്റിയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു വർക്ക് വിസ കണ്ടുപിടിച്ച് അവിടെ നമുക്ക് വർക്ക് ചെയ്യാനുമുള്ള പോസിബിലിറ്റി ഓസ്ട്രിയ പോലത്തെ ഒരു രാജ്യത്തുണ്ട്. ഓസ്ട്രിയ ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടൊരു നേഷൻ അല്ല. പെർ ഇയർ വെറും 750 യൂറോ ആണ് അവിടുത്തെ ടോട്ടൽ ട്യൂഷൻ ഫീസ്. അത് ഡിഗ്രി പ്രോഗ്രാം ആയിക്കോട്ടെ, അത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആയിക്കോട്ടെ, നിങ്ങൾ ടോട്ടലി പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് വെറും 750 യൂറോ മാത്രമാണ്. ഓസ്ട്രിയയുടെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പ്രോസസിംഗ് ചാർജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ബിലോ 1000 യൂറോ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ നോക്കുന്ന ആളുകളാണ്, ഹൈ റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്നതാണ്, നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷൻ, ഒപ്പം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ഡിസംബർ 15 വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വിത്ത് IELTS ഉള്ള കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ ITR ലാസ്റ്റ് 3 years ആയിട്ടുള്ളത് ഫയൽ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വേറെ ഏത് കൺട്രിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ആ കൺട്രിയിലേക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പോസിബിൾ ആണോ, നിങ്ങളത് ക്വാളിഫൈ ചെയ്യുമോ, അവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വാട്സ്ആപ്പ് നമ്പർ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അത് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് പോയി പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. സോ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ദി ചാനൽ, കൺസിഡർ ഷെയറിംഗ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.